Okay, sir. No problem. I will arrange. Excuse me. I am Isaac Thomas, Inspector Police. Hello, sir. വരണം, ഇരുന്നാട്ടെ. Thank you. എനിക്ക് നിങ്ങളുടെ അനിയൻ ബിനോയ് ഒന്ന് കാണണമായിരുന്നല്ലോ. അവൻ കുറെ നാളായിട്ട് വീട്ടിലേക്ക് വരാറില്ല. എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അതെന്താ പുള്ളി വീട്ടിൽ വരാതെ മാറി നിൽക്കാൻ നിങ്ങൾ തമ്മിൽ പ്രശ്നം വല്ലതുകൊണ്ടോ? അവന്റെ ക്യാരക്ടറാ. ശരി. അയാൾ ഇവിടെ എത്തിയാൽ ഉടനെ എന്നെ ഇൻഫോം ചെയ്യണം. വളരെ അത്യാവശ്യമായി എനിക്ക് അയാളെ കാണേണ്ട കാര്യമുണ്ട്. ശരി, സർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായ എന്തെങ്കിലും? നോ താങ്ക്സ്. പിന്നെ അനിയനെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കൊള്ളാം. ചെറുപ്രായമല്ലേ, പോലീസുകാരുടെ കൈക്കാണെങ്കിൽ ബലം കൂടും. വരട്ടെ. അല്ലേ? അതെ. അഭിനയിക്ക് കൊടുക്ക. ഹലോ. എടാ, പോലീസ് നിന്നെ തിരയുന്നുണ്ട്. ഇപ്പൊ ഉള്ളിടത്തുനിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി തൊലയാൻ നോക്ക്. എനിക്ക് കുറച്ച് കാശ് വേണം. അത് എസ്റ്റേറ്റ് ഓഫീസിൽ പോയിട്ട് വാങ്ങിക്ക. ഓഫീസിന്നോ? എന്താടാ? പോലീസ് നമ്മളെ തിരക്കി വീട്ടിൽ ചെന്നെന്ന് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോളാൻ അച്ഛൻ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എവിടെ പോകും? എവിടെ പോവാനാ? ഇവിടെ നമ്മൾ അന്വേഷിച്ചൊരു പട്ടിയും വരത്തില്ല. ആൽബർട്ടിനെ നിങ്ങൾ എന്ത് ചെയ്തു? എനിക്കൊന്നും അറിയില്ല. അറിയില്ല പട്ടി. നിങ്ങളല്ലേ ആൽബർട്ടിനെ കൊന്നു? സത്യം പറ. അല്ല, ഞങ്ങളല്ല. പറയാൻ ഞങ്ങളല്ല. പിന്നെ ആര്? ഞങ്ങളല്ല. പറയാം, എല്ലാം ഞാൻ പറയാം. കോളേജ് അടച്ച ദിവസം ആഘോഷിക്കായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് അവിചാരിതമായി മായയെയും ആൽബർട്ടിനെയും പെട്രോൾ ബങ്കിൽ വെച്ച് കണ്ടത്. ആ രാത്രി അവരവിടെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയമായി. ബിനോയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ അവരെ ഫോളോ ചെയ്തു. എടാ ബിനോയ്, ആകെ കുഴപ്പമില്ലാതെ തോന്നേ. അവൾ അനങ്ങുന്നില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നടാ. ഓടാ, കയ്യിൽ പണവും പിന്നെ പിള്ളൊക്കെ ഇങ്ങനെ തലച്ചോറുണ്ടെങ്കിൽ ആരെ പേടിക്കാനാ? കാശ് കണ്ട അങ്ങേറെ കണ്ണു മഞ്ഞളിക്കും. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കേ. നമ്മളിവിടെ വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ?
കയറി വണ്ടിയിൽ. എന്ത് പോക്കിരിത്തരമാണാ ഈ കാണിച്ചത്? ഇത്രയ്ക്ക് വെളിവില്ലാത്ത പണി നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അത് ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എത്രയോ ക്രിമിനൽ കേസുകളിൽ നിന്ന് നിന്നെയും ഫ്രണ്ട്സിനെയും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് അതുപോലെയാണോ? ആ ഭരതമേനാൻ എങ്ങാനും അറിഞ്ഞാൽ നിന്റെ പൊടി പോലും കാണത്തില്ല. ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർത്തേ പറ്റുള്ളൂ. എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം. ആ അച്ചായൻ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് പല കേസുകളിലായി കുറെ നീ എനിക്ക് കൊണ്ട് തന്നിട്ടുമുണ്ട്. ആ അതിരിക്കട്ടെ, പറ്റിയതോ പറ്റി. എടാ, രണ്ടിനെ അങ്ങ് തട്ടിയേക്കാമായിരുന്നില്ലേ? അപ്പോ നിങ്ങളാണ് അവനെ കൊന്നത് അല്ലേ? അയ്യോ ഇല്ല സാർ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെയുള്ള ഓരോ ദിവസവും ഒളിവിൽ കഴിയും പോലെയായിരുന്നു. ഏത് നിമിഷവും പോലീസിനെ ഭയന്നു. എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത്? സോറി മിസ്റ്റർ മേനോൻ, മായയ്ക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണക്കാരൻ ആൽബർട്ട് ആണെന്ന് കരുതി നിങ്ങൾ അയാളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, ഇതിനു മുമ്പ് പലപ്പോഴും പല പബ്ലിക് പ്ലേസുകളിലും വെച്ച് ആൽബർട്ടിനെ കൊല്ലുമെന്ന് നിങ്ങൾ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ആം ഐ റൈറ്റ്? ഹോട്ടംബേർഡായ ഏതൊരച്ഛനും പറ്റാവുന്ന കൈപ്പിഴ. ഞാൻ അങ്ങനെയേ അതിനെ കണക്കാക്കുന്നു. എനിക്കറിയേണ്ടത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കൊന്നു എന്നുള്ളതാണ്. നോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലുമായിരുന്നു, അന്ന് അവനെ എന്റെ കൈയിൽ കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയില്ല, ഏതൊരച്ഛനേക്കാളിലും കൂടുതൽ ഞാൻ അവൾക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. നിങ്ങളിപ്പോ ഇത് പറയുന്നത് വരെ എന്റെ ധാരണ അവനാണ് എന്റെ മോടെ ജീവിതം നശിപ്പിച്ചതെന്നായിരുന്നു. എട്ട് മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ലേറ്റായി 11 മണിക്കാണ് ഞാൻ ഡൽഹിയിൽ നിന്നും വീട്ടിലെത്തിയത്. ഡോറ് തുറന്ന് അകത്ത് കയറിയ ഞാൻ മായയുടെ ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു. കാരണം കോളേജ് അടയ്ക്കുന്ന ദിവസമായിരുന്നു അന്ന്. അവിടെ നിന്നും എനിക്ക് കിട്ടിയ മെസ്സേജ് അവൾ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോയി എന്നായിരുന്നു. ഞാൻ ആകെ ടെൻസ്ഡായി. ഞാൻ നേരെ ചെന്നത് മായയുടെ മുറിയിലേക്കായിരുന്നു. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആൽബർട്ടിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോകുന്നു എന്ന വിവരം അറിയിക്കുന്ന ഒരു കത്തായിരുന്നു. അവരെ രണ്ടുപേരെ എവിടെ ചെന്നെങ്കിലും കണ്ടുപിടിക്കുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഹലോ, യെസ്. എപ്പോ? ഞാനിതാ വരുന്നു. ഷീ ഈസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഐ മീൻ മെന്റലി. ഈ കണ്ടീഷനിൽ താൻ അവളെ ഫേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോ അത് മതി അവളുടെ മെന്റൽ ബാലൻസ് തെറ്റാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഡോക്ടർ? ഞാൻ ഒന്നും പേടിക്കണ്ടെന്ന്. താൻ ധൈര്യമായി വീട്ടിൽ പോയിക്കോളൂ. ഞാനില്ല ഇവിടെ. സോറി മേനോൻ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ്. പക്ഷേ എന്റെ ചോദ്യം, യെസ്, ആ ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ആരാണ് ആ ബോഡി അവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചത്, പോലീസ് ബോഡി കണ്ടെടുത്താൽ എന്റെ മകൾക്ക് സംഭവിച്ച ട്രാജഡി അടക്കം എല്ലാം പത്രവാർത്തയായി മാറും. മാത്രമല്ല, ആ കൊലപാതകത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതായി വരും. എന്നിട്ട് നിങ്ങൾ ആ ബോഡി മറവ് ചെയ്തു. എവിടെ? നോ, ഞാനല്ല, വേറെ രണ്ടുപേരെ ഏൽപ്പിക്കുക ചെയ്തു. യെസ്, സലീമും ബഷീറും. ആ സലീമാണ് സൂര്യഗിരി എസ്റ്റേറ്റിൽ വെച്ച് മരിച്ചത്. ആം ഐ കറക്റ്റ്? കൊല്ലപ്പെട്ട ആൽബർട്ടിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് സേതു എന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ ബ്രദറിനുള്ളവരുടെ എസ്റ്റേറ്റിൽ ജീവിക്കുന്നതായി നിങ്ങൾ കണ്ടു. സലീമിനെ അയച്ച് ഒരു നാച്ചുറൽ ആക്സിഡന്റ് എന്ന് തോന്നിപ്പിക്കും വിധം
സേതു കൊല്ലപ്പെടുകയാണെങ്കിൽ അവിടെയെല്ലാം അവസാനിക്കുമെന്ന് നിങ്ങൾ ധരിച്ചു. കാരണം ആൽബർട്ടിന്റെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാൻ വേണ്ടി ഈ സേതു അയാളെ കൊന്നിരിക്കാമെന്ന് പോലീസ് ധരിച്ചുകൊള്ളും. ബിക്കോസ് ഈ സേതു ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ടവനാണല്ലോ. അതുവഴി എന്നേക്കുമായി സത്യങ്ങൾ കുഴിച്ചു മൂടപ്പെടുമെന്ന് മിസ്റ്റർ മേനോൻ വിശ്വസിച്ചു അല്ലേ? ഇനിയും മിസ്റ്റർ നീളുകയാണല്ലോ മേനോൻ. ബട്ട് എനിക്കിപ്പോ നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ.